ക്ഷേത്രങ്ങളിൽ ഒരുമിച്ചിരുന്ന് കാണണം. നമ്മൾ വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിക്കണം. നമ്മുടെ വീട്ടിൽ അക്ഷതം വെച്ച് അതിന്റെ ആദരവ് നമ്മൾ ഏറ്റുവാങ്ങണം. എന്തുകൊണ്ടാണ് അത്തരത്തിൽ തീരുമാനിച്ചത്? ഒരു നാടിന്റെ മാറ്റവും വ്യവസ്ഥിതി മാറ്റം കൊണ്ട് മാത്രം നടക്കില്ല. ഭരണാധികാരികൾ വിചാരിച്ചത് കൊണ്ട് മാത്രം ഒരു നാടിന്റെ മാറ്റവും നടക്കില്ല. മാറ്റം നടക്കുന്നത് നമ്മളിലൂടെയാണ്. മനസ്ഥിതി മാറിയാലേ ഒരു നാടിന്റെ മാറ്റം ഉണ്ടാകുള്ളൂ. അപ്പോൾ വ്യാവസായികമായി, സാംസ്കാരികമായി, സാങ്കേതികമായി, സാമ്പത്തികമായി എല്ലാ അർത്ഥത്തിലും നമ്മളൊരു ശക്തിയായി മുന്നോട്ട് കുതിച്ച് ലോകത്തിന്റെ നെറുകയിൽ കയറണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം മാറണം. രാമരാജ്യത്തിൽ ഒരുപക്ഷെ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. ഇതാ പറഞ്ഞതല്ലേ ഫാസിസ്റ്റ് ഭീകരത എന്നൊക്കെ പറഞ്ഞ. രാമരാജ്യത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? രാമരാജ്യത്തിന്റെ ലക്ഷ്യം എന്താ? പാവപ്പെട്ടവരുണ്ടാകരുതെന്ന്. പാവപ്പെട്ടവരുണ്ടാകരുത്. എല്ലാവരും സ്വപ്രയത്നം കൊണ്ടും മറ്റൊരാൾ അതിന് കൊടുക്കുന്ന കൈസഹായം കൊണ്ടും എത്താവുന്നതിന്റെ ഔന്നത്യങ്ങളിൽ എല്ലാവരും എത്തണം. മറിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലെന്താവുള്ളത്? ഈ നാട്ടിലെന്നും പാവങ്ങൾ ഉണ്ടാകണം, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ന് ഈ മറ്റേ റിയാലിറ്റി ഷോയിൽ സംഗതിയും സാധനമൊക്കെ നോക്കിയിട്ട് പാടുന്ന പോലെ നീട്ടിയും കുടുക്കി പറയുന്നവരുടെ ഇരയായി എന്നും കുറെ പാവപ്പെട്ടവർ നാട്ടിലുണ്ടെങ്കിലേ പറ്റൂ. പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കഥയാണ്, നടന്നതൊന്നും ആവില്ല കേട്ടോ. അങ്ങനെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി പറയണതാണ്. അപ്പൊ അതുപോലെ നമ്മള് ഈ ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയോ സംസാരിക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിയില്ല. ഏതായാലും മഹാബലിയുടെ കാലത്ത് നമ്മുടെ വിശ്വാസങ്ങളിൽ കിടക്കണ്ടല്ലോ. മറ്റേ രാമരാജ്യം പോലെ ആയിരുന്നു മഹാബലിയുടെ നാട് എന്നൊക്കെ ഒരു ധാരണയുണ്ടല്ലോ. അപ്പൊ മഹാബലിയുടെ കാലത്ത് മരിച്ചുപോയ ഒരാത്മാവും യുധിഷ്ഠിരന്റെ കാലത്ത് മരിച്ചുപോയ ഒരാത്മാവും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. യുധിഷ്ഠിരൻ ധർമ്മവിഗ്രഹമാണ്, അല്ല മറ്റേ ധർമ്മപുത്രരാണ്. തമ്മിൽ കണ്ടുമുട്ടുമ്പോ പറഞ്ഞത്ര ഇദ്ദേഹം ആര് വന്നാലും ഇവർ ചോദിക്കുന്നതാണ്, ഇപ്പൊ നാടെങ്ങനെയുണ്ട്, നാടിന് എന്ത് മാറ്റം വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു ഭരണാധികാരിയെ കിട്ടിയിട്ടുണ്ട് യുധിഷ്ഠിരൻ. 1000 അഗതികൾക്ക് ഭക്ഷണം കൊടുത്തേ അദ്ദേഹം കഴിക്കുള്ളൂ. 1000 അഗതികൾക്ക് ഭക്ഷണം കൊടുത്തേ അദ്ദേഹം ഭക്ഷണം കഴിക്കും. ഇത് പറഞ്ഞപ്പോ മഹാബലിയുടെ കാലത്ത് മരിച്ചുപോയ ആത്മാവ് തലയിൽ കൈയും വെച്ചിട്ട് എന്റെ നാട് ഇത്ര അധപ്പതിച്ചു എന്ന് ചോദിച്ചു. കാരണം 1000 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ 1000 അഗതി നാട്ടിൽ വേണല്ലോ. 1000 അഗതികൾക്ക് ഭക്ഷണം കഴിച്ചാൽ താൻ കഴിക്കുമെന്നൊരു വാശി വന്നാൽ അതിന്റെ അർത്ഥം 1000 അഗതികൾ നാട്ടിലുണ്ട് എന്നാണല്ലോ. ഒറ്റ അഗതി ഇല്ലാത്ത നാട്ടിൽ ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പൊ അതാണ് നമ്മുടെ വളർച്ചയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്നെന്നും പാവപ്പെട്ടവൻ എന്തെങ്കിലുമൊക്കെ സൗജന്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നത് മേടിക്കാൻ വേണ്ടി ഭിക്ഷക്കാരെ പോലെ കൈ നീട്ടി മുന്നിൽ നിൽക്കണമെന്നല്ല. ലക്ഷ്മി കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകണം, എല്ലാവരിലും ഉണ്ടാകണം. സ്വപ്രയത്നം കൊണ്ട് മുന്നോട്ട് പോകണം. പുതുതലമുറയെ കാണിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അവരാണ് ആ പ്രവർത്തനത്തിന്റെ നെടുന്തൂണുകളാകേണ്ടത്. നാളെ ഈ നാടിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ബാക്ക് ബോണായി മാറുന്ന നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് ആവേശം ഉണ്ടാക്കി കൊടുക്കാൻ രാമരാജ്യത്തിന്റെ സൃഷ്ടിയാണ് ഇന്ന് അയോധ്യയിൽ നടന്നത് എന്നതിന്റെ ആവേശം അവർ പൂർണ്ണമായി ഉൾക്കൊള്ളണം. അവർ രാമലക്ഷ്മണന്മാരെ പോലാകണം. കാട്ടിലേക്ക് പോകുന്ന രാമലക്ഷ്മണന്മാരെ വാൽമീകി രാമായണം കൃത്യമായി എഴുതിയിട്ടുണ്ട്. വനവാസത്തിന് പോകുന്ന കുട്ടികള് തലേ ദിവസം വരെ കൊട്ടാരത്തിൽ ആരവിടെയെന്ന് ചോദിച്ചാൽ ചുറ്റും പരിചാരകർ ഓടിവരും. അമൃതത്തുണ്ട് സുഖമായി കിടക്കുന്ന കുട്ടികളെ ഒറ്റ രാത്രി കൊണ്ട് എടുത്തെറിയാണ് കാട്ടിലേക്ക്. ആ പോകുമ്പോ വാൽമീകി രാമായണം കൃത്യമായിട്ട് പറയേണ്ട ഒരു കൊട്ട, കൈക്കോട്ട്, വെട്ടുകത്തി തുടങ്ങിയ സാധനമൊക്കെ ഇട്ടിട്ട് കാട്ടിലേക്ക് പോണത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതൊക്കെ അറിയുമല്ലോ. ഇവര് പരിചാരകന്മാരെ കൊണ്ടുണ്ടോ? ലക്ഷ്മണൻ പർമ്മശാല ഉണ്ടാക്കി കൊടുത്തപ്പോ ശ്രീരാമചന്ദ്രൻ പോലും അന്തം വിട്ടു നിന്നിട്ട് ലക്ഷ്മണൻ നിനക്ക് ഇങ്ങനെയൊക്കെ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? രാജകൊട്ടാരത്തിൽ സർവ്വ സുഖ സൗകര്യങ്ങൾക്ക് മധ്യ വളർന്ന കുട്ടികൾക്ക് വെട്ടാൻ അറിയാം, കിടക്കാൻ അറിയാം, കുടില് കെട്ടാൻ അറിയാം, വേട്ടയാടാൻ എന്തും കാട്ടിന് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ പരിശീലനവും ആ കുട്ടിയെ കൊണ്ട്. നമ്മുടെ പുതുതലമുറ രാമരാജ്യമാകുമ്പോൾ പത്തായം വെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും എന്ന മനോഭാവമായി ഇരുന്നാ പോരാ. രാമരാജ്യത്തിലെ മക്കൾ ഒരിക്കലും അങ്ങനെയാകരുത്. പത്തായം പൊരില്ല. പത്തായത്തിൽ നമ്മൾ കൊണ്ടുപോയിടണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, അല്ലാതെ പത്തായം പൊരില്ല. പത്തായം പൊരും ചക്കി കുത്തും ഉണ്ണി അല്ലെ അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും എന്ന മനോഭാവത്തിൽ മൊബൈലിലെ ചുണ്ണാമ്പും തേച്ച് ജന്മം പാഴാക്കി കളയുന്ന പുതുതലമുറ രാമരാജ്യത്തുണ്ടാകരുത്. മൊബൈൽ വേണം. നമ്മുടെ വിവര വിപ്ലവത്തിന്റെ ഏറ്റവും വലിയതാണ്. വിരൽത്തുമ്പിൽ എല്ലാ വിവരവും കിട്ടും. പക്ഷേ അതിനടിമയായി പോകുന്നത് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് മാങ്ങണം. ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് തീർച്ചയായും ലോക വിവരങ്ങളൊക്കെ അറിയണം. ഒരു കൃത്യസമയം നമ്മൾ വെക്കുക. ഇന്ന സമയത്ത് അല്ലെ. അപ്പൊ രാമരാജ്യത്തിലെ മക്കൾ അങ്ങനെയാകരുത്. തികഞ്ഞ ദിശാബോധമുള്ള മക്കള്. ശ്രീരാമൻ അച്ഛൻ എന്തു പറഞ്ഞാലും ചെയ്യാൻ. കാരണം അന്ന് ശ്രീരാമൻ മകനാണ്. കാട്ടിലേക്ക് പോകുമ്പോൾ ആ അച്ഛനും മകനാണ്. രാമരാജ്യത്തിലെ മക്കൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്.
അച്ഛൻ എന്താണോ പറയുന്നത്, പ്രാധാന്യം എന്താണോ അത് പറയപ്പെടാത്ത ഉത്തമനായ പുത്രൻ എന്ന് പറഞ്ഞ അച്ഛന്റെ ആഗ്രഹം തനിയെ മനസ്സിലാക്കി ചെയ്യുന്നയാളാണ്. മാതാപിതാക്കളുടെ ആഗ്രഹം മനസ്സിലാക്കി ചെയ്യുന്ന ഉത്തമപുത്രന്മാര് രാമരാജ്യത്തിൽ. അത് അടിമത്വമല്ലേ? ചോദിക്കണ്ട. കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടൊരു പുതുതലമുറ അതിൽ കിടന്ന് നട്ടം തിരിയാണ്. LP സ്കൂളിന്റെ വാതുക്ക പോലും മയക്കുമരുന്ന് സുഖമായി സുഭിക്ഷമായി എത്തുന്നു. എന്താ നമ്മൾ നാളെ എങ്ങനെ ഈ അമ്പലങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുക? എന്നാൽ ഇതൊക്കെ നോക്കേണ്ട ഒരു ഭരണകൂടമാണ് അല്ലേ? ഇത്തരം ആരാത് കൊണ്ടു കൊടുക്കണേ, എവിടുന്ന് അത് പിടിക്കേണ്ടത്? പക്ഷെ അവര് ഇവിടെ നിന്നല്ല. അവരിപ്പോഴും 10-70 കൊല്ലം മുമ്പ് ഗാന്ധിയെ കൊന്നത് ആരാന്ന് അന്വേഷിക്കുന്നത്. ഗാന്ധിയെ കൊന്ന ആളെ 2 ആളെ തൂക്കിക്കൊല്ലുകയും ചെയ്തു, 2 ആളെ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു, കേസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവരിപ്പോഴും നടക്കുന്നത് ഗാന്ധിയെ കൊന്നത് ആരാന്ന് അന്വേഷിക്കാനാണ്. LP സ്കൂളിൽ മയക്കുമരുന്ന് കൊണ്ടു കൊടുത്തിട്ട് പിള്ളേരെ നശിപ്പിക്കണത് ആരാന്ന് നോക്കാനുള്ള ഭരണ സംവിധാനം അവരുടെ കയ്യിലില്ല. നമ്മുടെ മക്കൾക്ക് നമ്മളേ ഉള്ളൂ രക്ഷ. അച്ഛനമ്മമാരെ അനുസരിക്കുന്ന, അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന, ദൈവത്തെ പോലെ കാണുന്ന മക്കൾ ഒരു പരിധി വരെ ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കും. അപ്പൊ രാമരാജ്യത്തിലെ മക്കൾ ബോധം കെട്ടവരാകരുത്, സദാ കറങ്ങി നടക്കുന്ന മക്കളാകരുത്. ആ മക്കളിലൂടെയാണ് രാമരാജ്യം, അല്ലാതെ ഒരു ഭരണാധികാരിയിലൂടെയല്ല. ആരും ചിരഞ്ജീവിയൊന്നുമല്ല, ആണോ? നമുക്കൊരു നല്ല ഭരണാധികാരിയെ കിട്ടി, ഈശ്വര കൃപ. പക്ഷെ നൂറ്റാണ്ടുകളിൽ നിന്ന് മുന്നോട്ട് പോണ്ടേ? നൂറ്റാണ്ടുകളിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അത്തരം മക്കൾ നമ്മളിലൂടെ വളർന്നു വരണം. ഒരു മോദിയുടെ അഭിമാനം കൊണ്ടാ മതിയോ? 1000 മോദിമാർ തുടർന്ന് വരണ്ടേ? ആ ജീവിത ശുദ്ധിയല്ല അല്ലെ വേണ്ടി വന്ന വ്രതശുദ്ധിയില്ല. അപ്പൊ നമ്മുടെ മക്കൾ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ എന്ന രാമായണ കാലത്ത് അടക്കം മക്കളെ നയിച്ചിരുന്ന തത്വശാസ്ത്രത്തിലേക്ക് പോകുന്ന രാമരാജ്യത്തിലെ മക്കളാകണം. അപ്പൊ വിവേചനം ഉണ്ടാകരുത്. ആരുമായും വിവേചനമില്ലാത്ത വിധത്തിൽ, ഒരു കാര്യത്തിലും പിന്നിലേക്ക് പോകാത്ത വിധത്തിൽ മുന്നോട്ട് വന്ന് തെളിഞ്ഞ ബുദ്ധിയോടുകൂടി നട്ടെല്ല് നിവർത്തി ശിരസ്സുയർത്തി മുന്നോട്ട് പോകുന്ന ഒരു തലമുറ, അതായിരിക്കണം രാമരാജ്യത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയായി മാറേണ്ടത്. അപ്പൊ നമ്മളിലാണ് രാമരാജ്യം. ഒരു ക്ഷേത്രത്തിലല്ല, ഒരു ഭരണാധികാരി